ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല ൊന്നുമില്ലേ. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല ൊന്നുമില്ലേ. Oh, hallelujah, hallelujah. Appanamma, oh appanamma, ariyum munbe nityadayil എന്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും അപ്പനമാ.
ഒരിക്കല് ദാവീദ് ഇങ്ങനെ കാട്ടിലിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഓടി വരികയാണ്. ദാവീദിനോട് ഒന്ന് പറയുന്നുടാ, നിന്റെ അപ്പൻ നിന്നെ വിളിക്കുന്നുണ്ട്, നീ പെട്ടെന്ന് വീട് വരെ ഒന്ന് വരണം. ദാവീദിന്റെ അകത്ത് അതിയായ സന്തോഷം തോന്നി. കാര്യം അപ്പനല്ലേ വിളിക്കുന്നേ. ദാവീദിന്റെ ചരിത്രം പഠിച്ചവർക്കറിയാം ദാവീദിന്റെ ലൈഫ് എങ്ങനെയായിരുന്നെന്ന്. ആ അപ്പം വിളിക്കുന്നു എന്ന് കേട്ടപ്പം ദാവീദ് വളരെ സന്തോഷത്തോടു കൂടി എഴുന്നേറ്റ് താൻ തന്റെ വീട്ടിലേക്ക് ഓടി. പക്ഷെ പട്ടണത്തിൽ എത്തുന്ന സമയത്ത് ദാവീദ് നോക്കിയപ്പം വലിയ ജനക്കൂട്ടം അവിടെ കാണുന്നു. കാര്യം അവിടെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ശമൂവേൽ പ്രവാചകൻ. അന്ന് പേര് കേട്ട ഒരു അഭിഷക്തനാണ് ശമൂവേൽ പ്രവാചകൻ. താനൊരു ദേശത്ത് വന്നു കഴിഞ്ഞാൽ ആ ദേശം മുഴുവനും ഇളകും. തന്നെ കാണാനായിട്ട്, തന്റെ അടുക്കൽ വരാനായിട്ട് ദേശം മുഴുവൻ. ദാവീദ് നോക്കിയപ്പം ഒരു ഭയങ്കര ഉത്സവം പോലത്തെ ഒരു കാര്യം തന്റെ ദേശത്ത് നടക്കുന്നു. വന്നു നോക്കിയപ്പം ദാവീദിനെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്റെ വീട്ടുമുറ്റത്ത് നടക്കുന്നുണ്ട്. ദാവീദിന്റെ 7 സഹോദരന്മാരെ നിരന്നു നിൽക്കുന്നു. അതിന്റെ കൂടെ തന്റെ അപ്പനും നിൽക്കുന്നു. ദാവീദ് ഒരു പക്ഷേ ഹൃദയത്തിനകത്ത് ചിന്തിച്ചു കാണാം, ഇത്രയും വലിയ കാര്യം എൻ്റെ വീട്ടിനകത്ത് നടന്നിട്ട് എൻ്റെ അപ്പൻ എന്നെ ക്ഷണിക്കാൻ ഒരു മനസ്സുണ്ടായല്ലോ എന്ന്. അങ്ങനെ ദാവീദ് നിൽക്കുന്ന സമയത്താണ് ദൈവം അഭിഷേക തൈലം ദാവീദിന്റെ തലയിൽ ഒഴിക്കുന്നത്. ഞാൻ പറയാൻ കാരണം ഇത്രേ ഉള്ളൂ. ഇശായിയുടെ വീട്ടിലെ ശമൂവേൽ വന്നപ്പോൾ തന്റെ മക്കളെ വിളിക്കാൻ പറഞ്ഞപ്പോൾ 7 പുത്രന്മാരെ നിർത്തി. പക്ഷെ ദാവീദിനെ മറന്നുപോയി. പിന്നെ ശമൂവേൽ ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പൻ ഓർമ്മ വന്നേ, ഇളയ ഒരുത്തനുണ്ട്, അവൻ എവിടെയാ? കാട്ടിൽ ആട് മേയ്ക്കുക. അപ്പം ദാവീദിനെ കാണുന്ന ഒരു മനസ്സ്, ഏറ്റവും ഇളയ പൈതലിനെ കാട്ടിൽ ആട് മേയ്ക്കാൻ വിട്ടിട്ട് വീട്ടിൽ ഇത്രയും വലിയ ഉത്സവം പോലത്തെ സംഭവം നടക്കുമ്പം അവനെ പന്തിക്കിരുത്താതെ അവൻ ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയ സഹോദരങ്ങളും അപ്പനും, അതിന്റെ നടുവില് ദൈവം ദാവീദിനെ വിളിച്ചു വരുത്തി അഭിഷേക തൈലം പകരുകയാണ്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങളും അത് ലഭിക്കപ്പെടാതിരിക്കുമ്പം സ്വർഗത്തിൽ ഒരാൾ കാണുന്നുണ്ട്. ദൈവം ചുമ്മാതൊന്നും തന്നെ നിങ്ങളെ മാനിക്കത്തില്ല. 10 പേര് കാണുക നിങ്ങളെ വിളിച്ചു വരുത്തി. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചോണേ, ഈ അപ്പൻ നോക്കി, ശമൂവേൽ നോക്കി, പൊക്കവും വണ്ണവും എല്ലാം നോക്കിയപ്പോൾ തടിമാടന്മാരായിട്ടുള്ള സഹോദരന്മാരുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന് തടിമാടന്മാരല്ലേ ആവശ്യം? ദൈവത്തിന് ആവശ്യം ഹൃദയപ്രകാരമുള്ള മനുഷ്യനെയാണ്. അപ്പൻ ഇവിടെ വീട്ടിൽ 7 സഹോദരന്മാരെ നിരത്തുമ്പം ദൈവത്തിന്റെ ഹൃദയം ഇരിക്കുന്ന കാട്ടിലാ. ഹല്ലേലൂയ. കാട്ടിലിരിക്കുന്നവനെ വിളിച്ചു വരുത്തി അഭിഷേക തൈലം പകർന്ന്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം, അഭിഷേകം ദാവീദിന്റെ തലയിൽ വീണതിന് ശേഷം ദാവീദിന്റെ വളർച്ച നിങ്ങൾ നോക്കണം. ദാവീദിനെ റെക്കമെൻഡ് ചെയ്യാൻ അവന്റെ അപ്പനില്ലായിരുന്നു. ദാവീദിനെ റെക്കമെൻഡ് ചെയ്യാൻ സഹോദരന്മാരില്ലായിരുന്നു. പക്ഷേ ബാല്യക്കാരിൽ ഒരുത്തൻ എഴുന്നേറ്റ് നിന്നും പറഞ്ഞു, ആമേൻ, ബേത്ലഹേമിനെ ഇശായിയുടെ വീട്ടിൽ ഒരുവനുണ്ട്, അവൻ കിന്നര വായനയിൽ നിരൂപണനാണ്. അഭിഷേകം വീണ് കഴിഞ്ഞാൽ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ ഒരു മാനുഷിക വാക്കുകൾക്ക് കാര്യമില്ല. ദൈവം നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ 2026 പല ഇടങ്ങളിൽ എന്റെ കർത്താവ് എന്നെ റെക്കമെൻഡ് ചെയ്യാൻ പോവുകയാണ്? ഒരു മനുഷ്യനും എന്നെ റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും, ഒരു മാനുഷിക കരം ഉയർന്നില്ലെങ്കിലും എന്റെ പരിശുദ്ധാത്മാവ് എന്നെ റെക്കമെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ ആരാധനയുടെ നടുവിൽ ഞാനൊരു ദൂത് പറയാം. അവഗണിക്കപ്പെട്ട സ്ഥാനത്ത് ദൈവം നിങ്ങളെ പരിഗണിക്കാൻ പോവുകയാണ്. ആരാധനയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. അവഗണിക്കപ്പെട്ട ഇടങ്ങളിൽ, മാറ്റി നിർത്തപ്പെട്ട ഇടങ്ങളിൽ എന്റെ കർത്താവ് നിങ്ങളെ പരിഗണിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പാട്ടിലോട്ട് പോവുകയാണ്. ഇപ്പൊ ദാവീദിന്റെ തലയിൽ ഈ അഭിഷേക തൈലം വീണപ്പം ദാവീദിന്റെ ഹൃദയം ഭയങ്കര സന്തോഷത്തിലല്ല കേട്ടോ. കാര്യം ദാവീദിന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര വിഷമം ഉണ്ടായി. താൻ ഏറ്റവും തകർന്നിരിക്കുന്ന സമയത്താണ് ദൈവം തന്റെ മേൽ അഭിഷേകം ഒഴിച്ചത്. കാര്യം ദാവീദ് തന്നെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എന്റെ അപ്പനും എന്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചു. അപ്പൊ അപ്പനും അമ്മയ്ക്കും വേണ്ടാത്തൊരു മനുഷ്യനാണ് ദാവീദ്. അപ്പം
അപ്പൻ വിളിക്കുന്നു എന്ന് ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ അപ്പന് കുറച്ചെങ്കിലും സ്നേഹം തോന്നിയിട്ടായിരിക്കും എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞ ദാവീദ് വന്ന്. പക്ഷെ ദാവീദിന്റെ ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ച അവിടെ നടന്നു. ഒട്ടും അഭിഷേക തൈലം സ്വീകരിക്കാൻ മനസ്സില്ലാതെ നിൽക്കുമ്പോഴാണ് ദാവീദിന്റെ തലയിൽ അഭിഷേകം വീഴുന്നത്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ നല്ലതായിട്ടിരിക്കുന്ന സമയത്തല്ല ദൈവം അഭിഷേകം പകരുന്നത്. നിങ്ങൾ തകർന്ന് തരിപ്പണമായി ആമേൻ ഇനി മുൻപോട്ടൊരു വഴിയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ദൈവം അഭിഷേകം നിങ്ങളുടെ മേൽ പകരുന്നത്, ബലം നിങ്ങളുടെ മേൽ പകരുന്നത്. സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നിട്ട് അഭിഷേകത്താൽ നിറയാമെന്ന് ആരും ചിന്തിക്കരുത്. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ തന്നെ അതിന്റെ നടുവിൽ നിന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തുന്ന ഒരു സർവശക്തിയുള്ള ദൈവത്തെയായി ഇന്ന് പകൽ ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടി, അഭിഷേകം എന്റെ സമ്പത്താണ്. എത്ര പറയുന്നുണ്ട് അഭിഷേകം എന്റെ സമ്പത്താണ്? ഹല്ലേലൂയ. ഒരു മാനുഷിക കരമില്ലെങ്കിലും എന്നെ അഭിഷേകം ചെയ്ത എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ, ചൊല്ലാൻ വേറൊന്നുമില്ലേ. അതില്ല ആദിയില്ല, തെല്ലും ഭീതിയില്ല. ആദ്യനുമേ യേശു അന്ത്യനുമേ. ആദിയില്ല, തെല്ലും ഭീതിയില്ല. Quiero